EIA 232 interface and X21 modems. EIA means Electronic Industries Association. അപ്പോൾ ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് EIA എന്ന് പറയുന്നത്. EIA ഇൻ്റർഫേസ് അല്ലെങ്കിൽ EIA 232 എന്ന് പറയുന്നത്. ആക്ച്വലി EIA എന്ന് പറയുന്നത് DTൻ്റെയും DCൻ്റെയും ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് RS 232 എന്ന് പറയുന്നത്. അത് DT എന്താണ് DC എന്താണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചു അല്ല. DT DC ഇൻ്റർഫേസ്. DT എന്തായിരുന്നു? ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റും DC എന്ന് പറയുന്നത് ഡാറ്റ സർക്യൂട്ട് ടെർമിനേറ്റിംഗ് എക്യുപ്മെൻറ്റുമാണ്. അപ്പോൾ അതിനിടയിൽ വരുന്ന ഒരു ഇൻ്റർഫേസാണ് RS 232 അല്ലെങ്കിൽ RS 232 സ്റ്റാൻഡേർഡ് അങ്ങനെയും പറയാം. ഓക്കെ, ആക്ച്വലി RS 232 എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ സ്റ്റാൻഡേർഡാണ്. അത് ഒരു മെയിൻ കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിൽ നിന്ന് റിമോട്ട് കമ്പ്യൂട്ടറിലേക്കുള്ള ഡാറ്റ എക്സ്ചേഞ്ചിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ് സ്റ്റാൻഡേർഡാണ് EIA 232 അല്ലെങ്കിൽ RS 232 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിവൈസ് ടെലിഫോൺ ലൈൻസുമായിട്ടാണ് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. മോഡംസ് യൂസ് ചെയ്തുകൊണ്ട് ടെലിഫോൺ ലൈൻസുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. EIA 232 ചില ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യുന്നത്, അതായത് DTക്കും DCക്കും ഇടയിലായിട്ട് വരുന്ന ഇൻ്റർഫേസിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിനായിട്ട് വരുന്നത്: മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഫങ്ഷണൽ. EIA 232ൻ്റെ മോസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ളൊരു വേർഷനാണ് EIA 232D എന്ന് പറയുന്നത്. ഈ EIA 232D എന്ന് പറയുന്ന വേർഷൻ ഏത് കണക്ടർ യൂസ് ചെയ്യണം, അതായത് DTയും DCക്കും ഇടയിലായിട്ട് ഏത് കണക്ടർ യൂസ് ചെയ്യണം എന്നുള്ളത് കൂടാതെ ഏത് കേബിൾ യൂസ് ചെയ്യണം, ഏത് പ്ലഗ് യൂസ് ചെയ്യണം, ഓരോ പിന്നിൻ്റെയും ഫങ്ഷനാലിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഈ ഒരു പുതിയ വേർഷൻ, അതായത് EIA 232D എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു: മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഫങ്ഷണൽ. അങ്ങനെ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തേത് മെക്കാനിക്കൽ സ്പെസിഫിക്കേഷൻ. മെക്കാനിക്കൽ സ്പെസിഫിക്കേഷനിൽ ആ ഒരു സ്റ്റാൻഡേർഡിൽ വരുന്ന അല്ലെങ്കിൽ ഒരു DCക്ക് ഇടയിലായിട്ട് വരുന്ന എല്ലാ മെക്കാനിക്കൽ ഫീച്ചേഴ്സും, അതായത് ഏത് കണക്ടർ യൂസ് ചെയ്യണം, ഏത് മീഡിയം വേണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വരുന്നത് മെക്കാനിക്കൽ സ്പെസിഫിക്കേഷനിൽ വരുന്നതാണ്. അതുപോലെ കണക്ടറിൻ്റെ ഓരോ പിന്നും എന്തിനൊക്കെ അസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇതിലാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷൻ. മീഡിയത്തിൻ്റെ ഇടയിൽ വരുന്ന മീഡിയത്തിൻ്റെ എല്ലാ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും ഈ ഒരു ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷനിലാണ് വരുന്നത്. കൂടാതെ ഇലക്ട്രിക്കൽ സിഗ്നലിൻ്റെ, അതായത് വോൾട്ടേജ്, കറണ്ട്, ഇമ്പിഡൻസ്, റൈസ് ടൈം, ഇതിൻ്റെ എല്ലാം ഒരു അനുവദനീയമായിട്ടുള്ള ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അത് എത്രയാണെന്ന് ഡിഫൈൻ ചെയ്യുന്നതും ഈ ഒരു ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടാണ്. ഇത് നെക്സ്റ്റ് വരുന്നതാണ് ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻ. ഫങ്ഷണൽ സ്പെസിഫിക്കേഷനിൽ ഡിഫറെൻറ്റ് കൺട്രോൾ സിഗ്നൽസ് ഉണ്ടായിരിക്കും. അതിൽ ഓരോ കൺട്രോൾ സിഗ്നലിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നത് ഫങ്ഷണൽ സ്പെസിഫിക്കേഷനിലാണ്. ഇത് നെക്സ്റ്റ് വരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രൊസീജിയറൽ സ്പെസിഫിക്കേഷൻ. പ്രൊസീജിയറൽ സ്പെസിഫിക്കേഷനിൽ ഇൻഡിക്കേറ്റ്സ് സീക്വൻസ് ഇൻ വിച്ച് കൺട്രോൾ സിഗ്നൽസ് ആർ എക്സ്ചേഞ്ച്. അതായത് ഏത് സീക്വൻസിൽ വേണം ഓരോ കൺട്രോൾ സിഗ്നൽസും എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്, ഫിസിക്കൽ ലെയറിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. അതായത് ഓരോന്നും ഓരോ ഫങ്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫങ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ആ കൺട്രോൾ സിഗ്നൽസ് എക്സ്ചേഞ്ച് ചെയ്യേണ്ട സീക്വൻസ് ഏതാണ് എന്നുള്ളത് പ്രൊസീജിയർ സ്പെസിഫിക്കേഷനിലാണ് വരുന്നത്. EIA 232 ഇൻ്റർഫേസ് ഈ താഴെ പറഞ്ഞിട്ടുള്ള എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്മിഷനിലും ആപ്ലിക്കബിളാണ്. ഏതൊക്കെയാണ്? സീരിയൽ ട്രാൻസ്മിഷൻ, അതുപോലെ സിങ്ക്രണസ് ആൻഡ് സിങ്ക്രണസ് ട്രാൻസ്മിഷൻ, പോയിൻറ്റ് ടു പോയിൻറ്റ്, പോയിൻറ്റ് ടു മൾട്ടി പോയിൻറ്റ്, ഹാഫ് ഡ്യൂപ്ലെക്സ്, ഫുൾ ഡ്യൂപ്ലെക്സ്, അതിലൊക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വരുന്നതാണ് X21. X21 എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഡ്രിവൺ പ്രോട്ടോക്കോളാണ്. ഫുൾ ഡ്യൂപ്ലെക്സിലാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ ഈ X21 എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ആക്ച്വലി ഒരു സ്റ്റാൻഡേർഡായിട്ടും അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ടും ഒക്കെ കൺസിഡർ ചെയ്യാൻ പറ്റും X21 എന്ന് പറയുന്നത്. അതിൻ്റെ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് 9600 ബിറ്റ്സ് പെർ സെക്കൻഡ് ടു 64 kbps ആണ്. അതുപോലെ അതൊരു സർക്യൂട്ട് സ്വിച്ചിങ് പ്രോട്ടോക്കോളാണ്. ദെൻ ഡാറ്റ ട്രാൻസ്ഫർ ഫേസ് എന്ന് പറയുന്നത് എന്താണ്, നെറ്റ്വർക്ക് ഫേസ് തന്നെയാണ്. അതായത് ഏതൊരു ഡാറ്റ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡാറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, നെറ്റ്വർക്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷം നെറ്റ്വർക്കിലൂടെ എന്തെങ്കിലും ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു X21 പ്രോട്ടോക്കോൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ഫേസ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഫേസ് തന്നെയാണ്. ദെൻ X21 ഇൻ്റർഫേസിൽ കുറേ സിഗ്നൽസ് വരുന്നുണ്ട്. അത് ഒരു X21 ഇൻ്റർഫേസ് ഒരു 15 പിൻ കണക്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് സിഗ്നൽസ് വരുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ള സിഗ്നൽസ് നമുക്ക് നോക്കാം. ഒന്നാണ് സിഗ്നൽ ഗ്രൗണ്ട്. സിഗ്നൽ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനെ G എന്ന് പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ DTE കോമൺ റിട്ടേൺ എന്ന് പറഞ്ഞാൽ DCE ഇൻ്റർഫേസിൽ വരുന്ന റിസീവേഴ്സിന് വേണ്ട ഗ്രൗണ്ടാണ് DTE കോമൺ റിട്ടേൺ എന്ന് പറയുന്നത്. അത് GA എന്ന് പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ ട്രാൻസ്മിറ്റ്, ദിസ് ക്യാരീസ് ബൈനറി സിഗ്നൽ വിച്ച് ക്യാരി ഡാറ്റ ഫ്രം DTE ടു DCE. അതായത് ഡാറ്റ DTEന്ന് DCEയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡാറ്റ ക്യാരി ചെയ്യുന്ന സിഗ്നൽസാണ് ഈ ഒരു ട്രാൻസ്മിറ്റിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞു സിഗ്നൽ ഗ്രൗണ്ട്, DTE കോമൺ റിട്ടേൺ, ദെൻ ട്രാൻസ്മിറ്റ് സിഗ്നൽ. അപ്പോൾ അത്രയാണ് 3 വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ്, അതുപോലെ തന്നെ ട്രാൻസ്മിറ്റിൽ വരുന്ന മറ്റൊരു കാര്യമാണ് ദി സർക്യൂട്ട് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡാറ്റ ട്രാൻസ്ഫർ ഫേസ് ഓർ ഇൻ കോൾ കൺട്രോൾ ഫേസ് ഫ്രം DTE ടു DCE. അതായത് DTEന്ന് DCEയിലേക്ക് വരുന്ന ഒരു കോൾ വരികയാണെങ്കിൽ അവിടെ വരുന്ന കോൾ കൺട്രോൾ ഫേസിലും നമുക്ക് ഈ ഒരു ട്രാൻസ്മിറ്റ് എന്ന സിഗ്നലിൻ്റെ യൂസേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ഫേസിൽ അതിൻ്റെ യൂസേജ് വരുന്നുണ്ട്. ദെൻ റിസീവ് R, അതെന്തിനു വേണ്ടിയായിരിക്കും, കൺട്രോൾ ബൈ DTE ടു ഇൻഡിക്കേറ്റ് ടു ദ DCE മീനിങ് ഡാറ്റ സെൻഡ് ഓൺ ദ ട്രാൻസ്മിറ്റ് സർക്യൂട്ട്. അതായത് ഡാറ്റ സെൻഡ് ചെയ്തു എന്നുള്ളത് അതിന് വേണ്ടി, അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലൈനാണ് റിസീവ് R എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഇൻഡിക്കേഷൻ I കൊണ്ട് ഉദ്ദേശിക്കുന്നത് DCE കൺട്രോൾസ് ദി സർക്യൂട്ട് ഇൻഡിക്കേറ്റ് ടു ദ DTE ദ ടൈപ്പ് ഓഫ് ഡാറ്റ. അതായത് റിസീവ് ലൈനിലൂടെ വന്നിട്ടുള്ള ഡാറ്റ, അതിൻ്റെ ടൈപ്പ്, എന്ത് തരം ഡാറ്റയാണ്, എന്ത് ടൈപ്പ് ഡാറ്റയാണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻഡിക്കേഷൻ I യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ആണ് സിഗ്നൽ എലമെൻറ്റ് ടൈമിംഗ് SM. എന്തിനായിരിക്കും, ടൈമിംഗ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിസീവ് ലൈനിലും ട്രാൻസ്മിറ്റ് ലൈനിലും ഒക്കെ വേണ്ട ടൈമിംഗ് ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സിഗ്നൽ എലമെൻറ്റ് ടൈമിംഗ്.